റിയൽ ടേസ്റ്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് മീൻകറികൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്, ഒരുപാട് വെറൈറ്റീസ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു നോർത്ത് ഇന്ത്യൻ മീൻകറിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വറുത്ത മീൻകറി, വറുത്തരച്ച മീൻകറി അല്ല, വറുത്ത മീൻകറി. ഇനി നമുക്ക് നേരെ പാചകത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്കിന്ന് ഈ വറുത്ത മീൻകറി വെച്ച് തരുന്നത് നമ്മുടെ മോളിക്കുട്ടിയമ്മയാണ്. ശരിക്കും ഇത് എന്താണെന്നൊന്ന് നമ്മൾ പ്രേക്ഷകരോട് പറയണ്ടേ? പറയണം, അതൊന്ന് പറഞ്ഞത് കേൾക്കട്ടെ. നമ്മൾ മീൻ എടുത്തിട്ട് അതിൻ്റെ അകത്ത് മുളക് പൊടിയും നമ്മുടെ ഇവിടുത്തെ മസാല പുരട്ടി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കണം. പകുതി വറുത്താൽ മതി. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇത് വേറൊരു പാത്രത്തിലോട്ട് ഉള്ളിയും ഗ്രേവി ഉണ്ടാക്കണം. അതിൻ്റെ അകത്ത് ടൊമാറ്റോ ഇടേണ്ടി, തക്കാളിക്ക് മാത്രമേ ഇടാവൂ. അത് ശരി. വേറൊന്നും ഇടണ്ട. അപ്പൊ നമ്മൾ ഇനിയിപ്പോ നമ്മൾ അതിനുണ്ടേ മീൻ കണ്ടോ, ഗോലിയൊക്കെ വെച്ച മീനാ കേട്ടോ. ഗോലിയൊന്നും അല്ല കേട്ടോ, നല്ല ഉണ്ടക്കണ്ണുള്ള മീനല്ലയോ. അപ്പൊ മീനെല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പം ഇതിനെ മസാല തേച്ച് ഒന്ന് സെറ്റാക്കി വെക്കാം. മസാല എടുക്കട്ടെ, എന്തൊക്കെയാ വേണ്ടേ? മുളക് പൊടി ഇപ്പൊ നമുക്ക് ആദ്യം സൈഡ് ഇട്ടാ പറയണം, എത്രയും വേണമെന്ന് പറയണം. മഞ്ഞൾപ്പൊടി മതിയോ? ഉപ്പ് വേണം. ഉപ്പ് പിടിക്കുന്ന ഉപ്പ് അമ്മ തന്നെ കേട്ടോ, ഞാൻ ഉപ്പിട്ട ചിലപ്പം കൂടിപ്പോ. ഇനി എണ്ണ വേണം. എണ്ണയൊക്കെ ഇഷ്ടം പോലെ തരാം. അപ്പൊ നമ്മളിതിനെ കുഴച്ചെടുക്കുമല്ലയോ? ഇത് നമ്മൾ എണ്ണയിലാണ് ശരിക്കും കുഴച്ചെടുക്കുന്നില്ലയോ? ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, നമ്മുടെ മുളക് പൊടി, ഉപ്പ്, ഇതിനെ കുറച്ച് മാറ്റി വെച്ചത് ആവശ്യമുണ്ടല്ലേ? അപ്പം നമ്മൾ ഈ ഉണ്ട കണ്ണത്തൊക്കെ തേക്കണ്ടേ? മുളകൊക്കെ തേക്കണമല്ലേ? അപ്പൊ എല്ലാത്തിലും നല്ലപോലെ മസാല പുരട്ടി വെക്കണം. നമ്മൾ എത്ര നേരം വെക്കണം ഇത് അരപ്പൊക്കെ പിടിക്കാൻ? 5 മിനിറ്റ് വെച്ചാൽ മതി. ഇത് വീണ്ടും കൂട്ടേണ്ടി വരുന്നു. ഇത് മതി. ഇതാ നമ്മളത് ചെയ്യും ആണല്ലേ? ഇത് ശരിക്കും നമ്മളെ ഈ നോർത്ത് ഇന്ത്യക്കാരാണ്. അമ്മ ശരിക്കും നോർത്ത് ഇന്ത്യയിലായിരുന്നു. 35 വർഷം ഞാൻ വടക്കേ ഇന്ത്യയിലായിരുന്നു. അതല്ലേ, ചുമ്മാ അതല്ലേ ഇതൊക്കെ പഠിച്ചത്. അവിടെ ഇങ്ങനെ ചെയ്യുന്നത്, വറുത്തൊക്കെയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചിക്കനും ബീഫൊക്കെ വറുത്തിട്ട് കറി വെക്കുന്ന പോലെ ഇവന് നമ്മള് ഇപ്പൊ ഞാൻ ചെയ്തു തരാം. അവിടുത്തുകാര് നമ്മള് അല്ലാത്ത ഇവിടുത്തെ പുളി ഇട്ട് മീൻകറി വെക്കത്തി. ഇവിടുത്തെ പുളി അവിടെ ഇല്ല, പിഴിപുളിയേ ഉള്ളു. അത് ചെയ്യത്തില്ല. ടൊമാറ്റോ തക്കാളിക്കായിട്ട് മാത്രമേ അവര് അല്ലാതെ വെക്കത്തില്ല. അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിൽ നല്ല കോടംപുളിയും അല്ലേ പുളിയൊക്കെ ഇട്ട് വെക്കുന്ന അതിന് പകരം ഇവിടെ ഇതിന്റെ മസാലയൊക്കെ തേച്ച് ഇവനിങ്ങനെ സെറ്റാക്കി വെച്ചേക്കുവാ. ഇതിപ്പോ നമ്മൾ 2 മീൻ എടുത്തേക്കുന്നത് ഇല്ലയോ? നമുക്ക് ഇപ്പം എത്ര വേണമെങ്കിലും നമുക്ക് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് എടുക്കാം. ഇത് മസാല പിടിക്കാൻ 5 മിനിറ്റ് ഇരിക്കണം ഇല്ലയോ? അപ്പൊ ഈ സമയത്ത് നമ്മൾ അടുത്ത നമ്മൾ ചെയ്യാൻ പോന്നേ എണ്ണ ഒഴിക്കുക. നമ്മൾ ആദ്യം സ്റ്റൗ ഒക്കെ ഒന്ന് കത്തിച്ച് എണ്ണ ഒഴിക്കട്ടെ. ഇത് പ്രത്യേകം എണ്ണ ഒഴിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം വാങ്ങിച്ച് ആണല്ലേ? ഇത് അവിടെ നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്ന. ശരി. അവിടെ എന്ത് ജോലി എന്തായിരുന്നു നമുക്ക്? സുവിശേഷ വേലക്കാരെ സോഷ്യൽ വർക്ക് ചെയ്യുന്നു. അത് ശരി. അവിടെ ബുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു. മതിയോ? ഇത് മരിച്ചു ഇത്ര എണ്ണ മതിയോ? മതി. ഇനിയിപ്പം നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ഇനി ഇവിടെ നാട്ടിൽ വരണമെന്ന് വലിയ ആഗ്രഹം സാധിപ്പിച്ച് നാട്ടിലെത്തി. നീ ഇവിടെ തന്നെയാ? ഇവിടെയും സുവിശേഷ ജോലിയൊക്കെ ആയിട്ട് പോവാണോ ഇനി? നീ പിന്നെ പൂർണ്ണ സമയം ഇല്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഇതിനിടയ്ക്ക് ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക. അതിരിക്കട്ടെ, കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ശ്രുതി കേട്ടോ. ഉണ്ടാക്കില്ലേ? ഏതൊക്കെ ടൈപ്പ് കേക്കുകൾ ഉണ്ടാക്കും? ഏത് കേക്ക് നമ്മൾ ഉണ്ടാക്കും. അപ്പൊ നമ്മുടെ ഈ അമ്മ നല്ല ഗംഭീരമായിട്ട് കേക്കുകൾ ഉണ്ടാക്കും. ക്രിസ്മസ് കേക്ക് മാത്രമല്ല, ബർത്ത്ഡേക്ക് ആയാലും അതുപോലെ മറ്റേതെങ്കിലും ഫംഗ്ഷനുള്ള കേക്കാണെങ്കിലും ഏത് വലിപ്പത്തിലും ഏത് രൂപത്തിലും നമ്മൾ ഉണ്ടാക്കും, അനുസരിച്ച് കൊടുക്കും. അപ്പം അതും ഒരു വലിയ കാര്യമാണ്. ഈ എണ്ണയൊക്കെ ചൂടായി കാണുമോ? ചാൻസ് ഇല്ലേ? ഇനി കടുകിട്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് ആയില്ല. ഇനി എണ്ണ വേണോ? അത് ഉള്ളി വഴറ്റാനൊക്കെ കടുകിടണോ? ഓ, ഞാൻ വിചാരിച്ച അതിനി കടുകിട്ട് ചൂടായോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. അല്ല, കടുകിടുക. മതി.
അപ്പൊ നമ്മൾ ഇത് ശരിക്കും ഇനി നമ്മൾ മസാല ഉണ്ടാക്കുന്നത് അത് റെഡിയാവും. ഇത് ഫ്രൈ ചെയ്യും ഇച്ചിരി കഴിഞ്ഞിട്ട് മസാല പൊടിക്കിട്ടത്, എന്നിട്ട് നമ്മൾ ഉള്ളി എല്ലാം കൂടി ഇട്ട് ഇതിന്റെ ഗ്രേവി തയ്യാറാക്കാം. അതുവരെ മസാലയ്ക്ക് കടന്ന് ഒന്ന് പൊരിഞ്ഞ് റെഡി ആവട്ടെ അല്ലേ? അത് തന്നെ. പൊട്ട് മുഖം ഒന്നും കൊണ്ടുവയ്ക്കണ്ട, അവസാനം അതിന്റെ പാടൊക്കെ മുഖത്തൊക്കെ വീഴും. കടുക് കൂട്ടുന്നുണ്ട് അല്ലേ? കരിവേപ്പില കേട്ടോ. കരിവേപ്പില എത്ര എണ്ണം വേണം? 3-4 എണ്ണം ഇവിടെ. ഇച്ചിരി ഇടാം. ഈ ഉള്ളി കേട്ടോ ആയിട്ട് ഇതിനകത്ത് ഉള്ളിയും ഇഞ്ചിയും ഉണ്ട്, വെളുത്തുള്ളി. അങ്ങനെ നമ്മുടെ വറുത്തരച്ച മീൻകറി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വറുത്ത മീൻകറി നമ്മൾ ആദ്യമായിട്ടാണ്. എന്തായാലും ഇതൊന്ന് ഈ ഒരു എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഇത് പഠിച്ചോണം. നമ്മുടെ നാട്ടിൽ നിന്ന് അല്ല വേറൊരു സ്ഥലത്തേക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടൊരു ഏറ്റവും വെറൈറ്റി ആയിട്ടൊരു മീൻകറിയാണ് വറുത്ത മീൻകറി അല്ലയോ? ഇതെന്തെങ്കിലും പേരുമില്ലോട്ടോ? അവിടെ എന്തെങ്കിലും പറയോ? അവിടെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അവിടെ ഒരു തരത്തിലുള്ള മീൻകറിയേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ മീൻകറി. വടക്കേന്റെ വേറെ മീൻകറി ഇല്ല. ഓ അത് ശരി. നമ്മുടെ മീൻകറി അവർക്ക് ഇഷ്ടമാണോ? പുളി ഇഷ്ടമല്ല. നമ്മുടെ സാമ്പാറിന്റെ പുളി മാത്രമേ എടുക്കത്തുള്ളൂ. മീൻകറി പുളി അവിടെ ഇല്ല. ഇവിടുത്തെ തോടംപുളി അവിടെ ഇല്ല. തോടംപുളി ഇല്ല. ഇവിടുന്ന് ഞങ്ങളെല്ലാം ഇവിടുന്ന് കൊണ്ടുപോയിട്ടേ ഉള്ളൂ. അപ്പൊ ഈ ഒന്ന് സവാളയും ഒക്കെ ഒന്ന് മൂത്ത് വരണോ? ഇല്ലയോ? മൂത്ത് വരണം. സവാള നോക്കാൻ ഇച്ചിരി ഉപ്പിട്ടാൽ മതി. ഇവിടെ ഉണ്ട് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട്. മഞ്ഞപ്പൊടി വേണം അല്ലേ? അപ്പൊ നമുക്കിനി കുറച്ച് ഉപ്പും. ഇത്രയും മതിയോ മഞ്ഞപ്പൊടി? മതി. ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് എല്ലാം ഒന്ന് റെഡി ആവട്ടെ. വഴറ്റി കഴിഞ്ഞിട്ട് ഇച്ചിരി ഒന്ന് ചുമന്ന് കഴിഞ്ഞിട്ട് തക്കാളി മൊത്തത്തിലൊന്ന് ഞാൻ നൽകി തട്ടെ. എന്നെ ഇതൊന്ന് വെക്കാൻ പഠിപ്പിക്കണേ, ഇതെങ്ങനെയാന്ന്. തീർച്ചയായിട്ടും. എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർക്കല്ല ഏറ്റവും നല്ല പാചകക്കാർ ശരിക്കും ആണുങ്ങളാ അല്ലയോ? ആണ്. ഇപ്പോഴും നല്ല പണ്ടേ അങ്ങനെ തന്നെ. എന്നാലും ഇപ്പൊ ഒത്തിരി ആൾക്കാർ ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അല്ലെ ഈ നളപാചകമൊന്നും അങ്ങനെയൊക്കെ പറയുന്നത്. ഈ കല്യാണത്തിനൊക്കെ വലിയ സദ്യയൊക്കെ ആണുങ്ങളല്ലയോ? അടുക്കളയിൽ അങ്ങനെ പറയല്ലോ, ഞങ്ങളും ചെയ്യും. പിന്നെ ഇവിടെ ആണുങ്ങൾ തന്നെ നല്ല പാചകക്കാര്. ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ പോകത്തേ ഉള്ളൂ. ഇന്നലെ അമ്മ ചെയ്യും. അടിപൊളി, അത് മതി. എന്തായാലും നമുക്കൊരു നല്ല ഗംഭീര പാചകക്കാരി അമ്മ കിട്ടിയേക്കുന്നത്. ഇപ്പൊ ഇത് റെഡിയായി വരുന്നുണ്ടോ? ഇത് ഇറച്ചിയൊന്നും വെക്കണ്ടല്ലോ? ഒന്നും ചെയ്യണ്ട, ചുമ്മാ ഇളക്കി കൊടുത്താൽ മാത്രം മതി അല്ലയോ? മതി. ഇനി അടുത്ത തക്കാളിക്ക് നമ്മൾ ഇതിലേക്ക് തട്ടും കേട്ടോ. എത്ര തക്കാളിക്ക് ഇടുന്നേ? 2. പക്ഷെ ഗ്രേവി എല്ലാം കൂട്ടണമെങ്കിൽ ഇതിന്റെ എല്ലാം ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി അല്ലേ? അതിരിക്കട്ടെ. കേക്കിനെ കുറിച്ച് ചോദിച്ചില്ലേ? ഈ എത്ര നാൾ കൊണ്ട് അമ്മ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്? ഞാൻ 25 വർഷം കൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളുടെ ക്രിസ്മസിന്റെ പ്രോഗ്രാമിനും നമ്മുടെ അവിടുത്തെ പിള്ളേർക്കും ഒക്കെ ഞാൻ കേക്ക് ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുന്നു. ഇവിടെ വന്ന് ഇപ്പൊ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയല്ലേ? ഇങ്ങനെ ആളുകളൊക്കെ വാങ്ങിക്കാൻ അറിഞ്ഞിട്ടൊക്കെ വരുന്നുണ്ടോ? അറിഞ്ഞിട്ട് വരുന്ന നമ്മുടെ ആൾക്കാർ തന്നെ മേടിക്കുന്നത്, തിന്നുന്നതും. അപ്പൊ നമുക്കിനി നമ്മുടെ ഈ ചാനലിന് വേണ്ടി ഒരു പ്രാവശ്യം കേക്ക് ഉണ്ടാക്കി കാണിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അതും പ്രേക്ഷകർക്ക് കണ്ട് അമ്മയുടെ കേക്ക് വാങ്ങിക്കാൻ എല്ലാ സ്ഥലത്തും ഓർഡറൊക്കെ കിട്ടട്ടെ അല്ലേ? അപ്പൊ നമുക്കിനി അടുത്ത ക്രിസ്മസ്, ഇനിയിപ്പോൾ അടുത്ത മാസം ക്രിസ്മസ് ഒക്കെ ഇല്ലയോ? അപ്പൊ നമുക്ക് അതിനോടനുബന്ധിച്ച് ഒരു കേക്കിന്റെ ഒരു മെഗാ കുക്കറി ഷോ നടത്തി കളയാം അല്ലേ? ഇതിപ്പോ ഏകദേശം ഒന്ന് ആയിട്ടില്ല. ചെറുതായിട്ട് ബ്രൗൺ കളർ വരണം. അന്നേരം കറിക്ക് ഇതിന്റെ ചാറിന് കളർ. നമ്മൾ ശരിക്കുവേ നമ്മുടെ ഈ ചീനച്ചട്ടി ഇല്ലയോ, അതിനകത്ത് ഈ മൺചട്ടിയിലൊക്കെ വെക്കുന്നത് പോലെ ഇതിനകത്ത് വെക്കാൻ പറ്റുമോ? ഈ കറി വെക്കാൻ പറ്റുമോ? പറ്റും. പക്ഷെ അന്നേരം ഇത് വറുത്ത് ഇത്തിരി ആയോണ്ട്, ഇത്രയും വലിയ പീസ് നമ്മൾ വരഞ്ഞായോണ്ട് ഇത് പരന്ന പാത്രത്തിലാകുമ്പോൾ ഇത് പൊടിയാതും കിട്ടും. കഷ്ണം എടുക്കുമ്പോഴും പൊടിയാതെ കിട്ടും. ഓ അത് ശരി. അതുകൊണ്ട് നമ്മൾ പരന്ന പാത്രം നോക്കുന്നല്ലേ? അല്ല ഈ പറന്ന ചട്ടി കിട്ടത്തില്ലേ? നമുക്ക് കിട്ടും. ഒരു ലെയറല്ലേ ഇടാൻ പറ്റും. അങ്ങനെ പ്രശ്നമുണ്ടല്ലേ? പക്ഷെ നമ്മൾ ഈ മൺചട്ടിയിൽ കറി വെക്കുന്നത് പ്രത്യേക മൺചട്ടിക്ക് അത് വേറെ നല്ല ഭയങ്കര ടേസ്റ്റ് അല്ലേ പറയുന്നേ? അത് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. അപ്പോൾ നമുക്ക് ഈ മൺചട്ടിയിൽ നമുക്കത് ഇപ്പം മൺചട്ടി ഇത് മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർക്കും ഒക്കെ മൺചട്ടിയിലും വെക്കാം അല്ലേ? അതാ അതുകൊണ്ട് ചോദിച്ചാ.
മൺചട്ടിയിൽ മാത്രമല്ല നമ്മുടെ പഴയ ചീനച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ അതിലും അല്ല ഇതിലെല്ലാം നല്ലത് മൺചട്ടിക്കകത്ത് മീൻകറി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നമുക്ക് എത്ര സമയം കൊണ്ടൊരു ഈ വറുത്ത മീൻകറി വെക്കാൻ പറ്റും? 20 മിനിറ്റ് മതിയല്ലേ? 20 മിനിറ്റ് എല്ലാം ഉണ്ടെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് വന്ന് നമുക്ക് പെട്ടെന്ന് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അല്ലേ? എന്തായാലും ഇതൊന്ന് റെഡിയായി വരുന്നുണ്ട്. ഇച്ചിരി ചുമക്കണം, അന്നേരം അത് ഇച്ചിരി നേരം ഒരു ദിവസം ഇരുന്നാലും അഴുക്കാവാതിരിക്കും. മസാല ചുമന്നാൽ. ഓ അത് ശരി. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കാൻ കുറച്ച് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നല്ലതാ, ചൂടോട് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെ ഒക്കെ തിന്നാൻ നല്ല സാധനം ആണല്ലേ? നമുക്ക് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുമോ? ആണല്ലേ? എനിക്ക് വയ്യ. അവിടെ പിന്നെ ചോറൊക്കെ കുറച്ചേ കാണുമല്ലേ? ചോറ് കുറവ്, ഇവിടുത്തെ ചോറ് അല്ലല്ലോ. അല്ല, അവിടുത്തെ വേറെ ചെറിയ അരി ചപ്പാത്തിയും കൂടുതലും ചപ്പാത്തി. ഓ, അപ്പം അവിടെ ശരിക്കും നമുക്ക് നമ്മുടെ ഇവിടുത്തെ റൈസ് കിട്ടത്തേ ഇല്ല. ഇല്ല, കേരള സ്റ്റോറി മാത്രമേ കിട്ടത്തുള്ളൂ. ആണല്ലേ? അപ്പോൾ എന്തായാലും അതിങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഇനി ഇളക്കണോ? ഇളക്കില്ലെങ്കിൽ ചിലപ്പം അടിയിലാണെങ്കിൽ കയറി ചാടി പിടിച്ചാലോ? പിടിക്കത്തില്ല. അത് ശരിയാണ്. കാരണം ടൊമാറ്റോ തക്കാളിക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് മസാല അടി പിടിക്കത്തില്ല, ഉള്ളി ഒന്നും കരിയത്തില്ല. ഓ അത് ശരി. ഇപ്പൊ തക്കാളിക്ക് അങ്ങനെ ഒരു ഇറച്ചിയൊക്കെ വെക്കുമ്പോഴും നമ്മൾ അങ്ങനെ കരിയാതിരിക്കണം. തക്കാളിക്ക് ഇടണം, കരിയത്തില്ല. അത് ശരി. ഇപ്പൊ എന്തായാലും കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ കേട്ടോ. ഇത് എളുപ്പം മൂക്കാനെ കൊണ്ട് നമ്മൾ ഇതിനകത്ത് ഉപ്പും ഇടും, ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുമ്പോൾ എളുപ്പം മൂത്തും കിട്ടും. അപ്പൊ നമ്മൾ രണ്ടും ഇട്ടിട്ടുണ്ട്. ഞാൻ എന്റെ സംശയം, നമ്മൾ ഇതിനകത്താണോ ഇനി ആ മീൻ എടുത്ത് വെക്കുന്നേ? അല്ല, സെപ്പറേറ്റ്. അത് അവസാനം കൂടെ പറയൂ അല്ലേ? സർപ്രൈസാ. നമുക്ക് തുടങ്ങാമല്ലോ. എങ്കിൽ പിന്നെ ഇതൊന്ന് റെഡി ആയി വരുന്ന സമയത്ത് ചീനച്ചട്ടിയൊക്കെ കൊണ്ട് ഇവിടെ വെക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ മീൻ വറക്കാനുള്ള ചീനച്ചട്ടിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ മസാലയും റെഡിയാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഓർമ്മ വരുന്ന ശ്രീനിവാസൻ്റെയും മമ്മൂട്ടിയുടെയും ആ സിനിമയ്ക്ക് ഡയലോഗാണ്, കല്യാണം പാല് കാച്ചി കല്യാണം തന്നെ. നമുക്ക് ഇവിടെ വറക്കുന്നു, ഇവിടെ മസാല റെഡിയാകുന്നു, ഇവിടെ മീൻ വറക്കുന്നു അല്ലേ? എണ്ണ ഒഴിക്കാം. നമുക്ക് ഈ ഇത് വറക്കാൻ ഒരു എത്ര, 1 ലിറ്ററിന് വേണ്ടി വരും? വേണ്ടല്ലോ, കുറച്ച് മതി. ഓ, അത് പകുതി വറുത്താൽ മതി കേട്ടോ. പകുതി കരിഞ്ഞു പോകരുത്. മതി. പിന്നെ ആ മസാലക്കകത്തിട്ട് പിന്നെയും വേവും. ഇതിപ്പോ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടേയിരിക്കും, അവിടെ സാധനം വെന്തോണ്ടേയിരിക്കും അല്ലയോ? അങ്ങനെ. അത് കൊള്ളാം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇനി പാചകം ചെയ്യുമ്പോൾ എന്നെ കൂടെ വിളിക്കണേ, ഞാനും കൂടെ അമ്മയെ സഹായിക്കാം. അസിസ്റ്റന്റ് ആയിട്ട് നിർത്തിയാൽ മതി. എനിക്കിതൊരു കേക്കൊക്കെ ഉണ്ടാക്കി തന്നാൽ മതി. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി പറക്കിയിടുമല്ലേ? 3-4 വയ്ക്കാൻ പറ്റുമോ നമുക്ക്? ഓ, അത്ര എണ്ണ മതി. ഇത് തീവലം കുറയ്ക്കണോ? ഇത് ഞാൻ ഇളക്കൊണ്ടിരിക്കണം. എപ്പോഴും ഇളക്കണമെന്നില്ല. വേണ്ട, അത് ശരി. അടി പിടിക്കത്തുമില്ല. ഇത് പരത്തി നിരത്തി ഒന്ന് വെക്കാം. അവിടെയൊക്കെ നല്ല മീനൊക്കെ നമ്മുടെ നാട്ടിലെ അയലയും ചാളയും മത്തിയും അല്ല. ഇവിടുന്ന് ഹൈദരാബാദിൽ നിന്നും പിന്നെ കേരളത്തിൽ നിന്ന് മീൻ വരും. ഇവിടുത്തെ മീനാ വരുന്നത്, ബോംബെയിൽ. ഓ അത് ശരി. വിശാഖപട്ടണത്തുനിന്ന് മീൻ വരുന്നത്. പിന്നെ അവിടെ കൂടുതലും കഴിക്കുന്ന സിലോപ്പി. അവിടെ വളർത്തും. ഓ, ഇവിടൊക്കെ സിലോപ്പിയൊക്കെ കൊണ്ട് കൊടുത്തിട്ടാണ് പിന്നെ ഈ നമ്മുടെ എന്താ പറയുന്നത്, കരിമീനാന്നും പറഞ്ഞോണ്ട് മനുഷ്യനെ പറ്റിക്കുന്നേ. ഞാൻ തമാശക്ക് പറഞ്ഞില്ല. ഞങ്ങളൊരു സ്ഥലത്ത് പോയപ്പം ഒരാൾ പറഞ്ഞാ അവിടുന്ന് സിലോപ്പിയെ കൊണ്ടുപോകും, എന്നിട്ട് കരിമീനാന്നും പറഞ്ഞുകൊണ്ട് ഇത് വറുത്ത ഏത് മീനും കഴിച്ചറിയത്തില്ലല്ലോ. ശരിയാ. കൂടുതലും വാറങ്കൽ, വാറങ്കലിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഫാമുകളുണ്ട്. അന്നേരം അവിടെ ഒത്തിരി ഉണ്ടാവുന്നു, വലിയ ഫാമുകളൊക്കെ അല്ലേ?
ഇപ്പം നമുക്ക് ഞാൻ വേറെ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ പുഴ മത്സ്യങ്ങളൊക്കെ കിട്ടും. നമ്മുടെ നാട്ടിൽ തോട്ടിലും ആറ്റിലും കിട്ടും. അതും ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ? പറ്റുമല്ലേ? അപ്പം പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലയിലൊക്കെ, തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഈ തോട്ട് മത്സ്യം എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും കൂടുതൽ എനിക്ക് നമ്മുടെ നാട്ടിലേക്കാണ് തോന്നുന്നു. നല്ല വരാലും മുശിയും. അല്ല, കേരളത്തിലാണ് ഇവിടെ നമുക്ക് ഇവിടെ നല്ല ഈ സൈഡ് മാമനീശ്വരം സൈഡിലെ ഏറ്റവും നല്ല മീൻ കിട്ടുന്നുണ്ട്. ഞങ്ങൾ നിന്നിടത്തോളം കാലം ഇവിടെ നല്ല മീൻ. അപ്പോൾ ഈ നമുക്ക് ഏത് കടൽ മത്സ്യമൊന്നുമല്ല, കായൽ മത്സ്യമല്ല, തോട്ടിന് കിട്ടുന്ന ഏത് മത്സ്യമായാലും നമുക്ക് വളർത്ത് മത്സ്യമായാലും നമുക്ക് വയ്ക്കാൻ പറ്റും. അതെന്തായാലും ഒരു നല്ല, അല്ലാതെ ഇന്ന മത്സ്യം ഇത് വെച്ചിട്ട് ഇന്നത് വെച്ച് അങ്ങനെയൊന്നുമില്ല. എന്ത് മീനായാലും അത് നമുക്ക് ചെയ്യുന്ന രീതി ഇങ്ങനെയാണേ ഉള്ളൂ. മുളക് പൊടി വേണം. അപ്പോൾ നമുക്കിനി കുറച്ച് കാശ്മീരി ചില്ലി ഒന്ന് തട്ടി കൊടുക്കാം. നമ്മുടെ സൗകര്യം പോലെ എരി എത്രയും വേണം നമ്മളാ തീരുമാനിക്കുന്നത്. ഇച്ചിരി എരി വേണം. പക്ഷെ അവര് അവിടെ കൂടുതലും എരി, ഒത്തിരി എരി കൂട്ടുന്നവരെ ആണല്ലേ? ഭയങ്കര എരിയാണ്. ഈ കുരുമുളകിന്റെ പൊടി ഒന്നും ഇടത്തില്ലയോ? ഇതിന്റെ ആവശ്യമില്ല. ഇല്ല, അവർക്കവിടെ കുരുമുളക് ഇല്ലല്ലോ. കേരളത്തിൽ ചെല്ലുണ്ടായോ? ഓ അല്ല, ഇതിനകത്ത് വെച്ച് നമ്മൾ ഇടത്തില്ല. ഇട്ടാ കള്ളുന്ന, പക്ഷെ അവിടുത്തെ രീതിയിൽ അവർ ഇടത്തില്ല. ഇച്ചിരി മല്ലിപ്പൊടി, പറയണേ. മതി 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 മതി. ഇനി വെള്ളം ഒഴിക്കണോ? ഇപ്പം വേണ്ട, പറയാൻ പറയാം. ഇപ്പം ഏതാണ്ട് ഒരു അത്യാവശ്യം മണം വരുന്നുണ്ട്. കളറൊക്കെ മാറി, കളറ് മാറണം, മാറി വരുന്നുണ്ട്. കൂടുതൽ അടുത്തോട്ട് ഇനിയിപ്പം മുളകിന്റെ ഏരി കൊണ്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞിപ്പം ഇല്ല, നിറയത്തില്ല. ഒരു കുഴപ്പവും വരത്തില്ല. തീ കുറച്ചിട്ടേക്കുക. തീ കുറച്ചിട്ട കരിയുമ്പോഴേ നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ കറക്റ്റ് ഇല്ലയോ? കല്യാണം, പാല് കാച്ചി കല്യാണം കണക്ക്. അവിടെ എന്തിനോ വേണ്ടി തിളക്കിയ സാമ്പാർ കണക്ക് അവിടെ സംഗതി തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ മസാലയും റെഡിയായി. ഇത് തിരിച്ചിടണ്ടേ? ഇനി തിരിച്ചിടാൻ പോകും. തിരിച്ചിടാൻ പോകും. ഒരു ഇതില്ല, തിരിയതില്ല സാധനം. അങ്ങനെ പിടിക്കുമ്പോൾ ഒരു സ്നേഹത്തോട് പിടിക്കും. സ്നേഹത്തോട് പിടിക്കണം, അല്ലെങ്കിൽ പറഞ്ഞു പോകും. വേണ്ട ഇതുപോലെ അവിടെ ഈ മീൻ്റെ കണ്ണൊന്നും കളയത് എന്താ? കണ്ണ് ഭയങ്കര നല്ലതാ. കഴിച്ച നമുക്ക് കാഴ്ചശക്തി കൂടുന്നൊക്കെ പറയുന്നുള്ളതാണ്. വെറുതെ ചുമ്മാ പറയുന്നത് എനിക്കറിയത്തില്ല. അല്ല, അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ ഈ മീൻ്റെ കണ്ണ് മാത്രം മാറ്റുന്നുള്ളത്. മൊത്തം വേവത്തില്ല. കണ്ടോ, ഒരു 3/4 ഭാഗമായിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു. ഇനി ഒഴിക്കണമല്ലോ? ഒരുപാട് വേണോ വെള്ളം? കറി വേണമല്ലോ. മതി മതി മതി. ഈ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ അതിന്റെ എണ്ണയുണ്ടല്ലോ, ഈ എണ്ണ നമ്മൾ ഇനി ഉപയോഗിക്കുമോ? ഇച്ചിരി ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഒഴിക്കണം. ഈ മീൻ വരുമ്പോൾ തന്നെ നല്ല കളർ ഇത് വരും. കടു വറക്കൂരത്? കടു വറുത്തല്ലേ ചേർത്ത്? അതുകൊണ്ട് ഇനി വേണ്ട, രണ്ടാമത് വേണ്ട. കരിയാപ്പിലയും കടു ആദ്യം. അല്ല, ഞാൻ ചോദിച്ചത് നമ്മുടെ വലിയ വറ്റൽമുളക് ഇട്ട് കടു വറുത്തിട്ട് അതിന്റെ ആവശ്യമില്ല. അത് ഞങ്ങള് മോര് കറിക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചിലതിന്റെ അവസാനം ഒരു അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെയും കടു വറുക്കും. ഈ എണ്ണക്കകത്തെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കടു വറുത്ത അവർക്ക് അവിടെ വെളിച്ചെണ്ണ ഇല്ലല്ലോ. ഇല്ല, ശരിയാ പറഞ്ഞത്. വെളിച്ചെണ്ണ ഇല്ല, മൊത്തം കടുകെണ്ണയുള്ള പണിയായി. ഇവിടെ ഉള്ളു, നമുക്ക് ഇവിടെ ഉള്ളു. നമ്മുടെ വെളിച്ചെണ്ണ അവരെന്താ ഉപയോഗിക്കാത്ത? എന്താ അവര് തലേ പുരട്ടാൻ മാത്രം. അത് കൂടുതലും ലൂസ് എണ്ണ ഉപയോഗിക്കത്തുമില്ല. കൊച്ചു പിള്ളേർക്കല്ലേ കടുകെണ്ണ മാത്രമേ ഉപയോഗിക്കൂ. അവർക്ക് എൻ്റെ അത് രുചിക്കത്തില്ല. നമ്മുടെ പിള്ളേർക്ക് പോലും ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അവിടെ വളരുന്ന പിള്ളേർക്കൊക്കെ ഒരു വെളിച്ചെണ്ണയ്ക്ക് അത്ര പ്രിയമല്ല. അവര് നമുക്കറിയാം, നമ്മള് ആൾക്കാരെ കാണുമ്പോൾ തന്നെ അവരുടെ ദേഹത്തൊക്കെ ഈ എണ്ണ വാരി തേച്ചതിന്റെ ഒരു സ്മെല്ലൊക്കെ. ഇവിടുത്തെ ഇപ്പം പണിക്ക് വന്നവരൊക്കെ ഉണ്ടല്ലോ, അതാണ് പറഞ്ഞോ, നമ്മൾ അതിഥി തൊഴിലാളികളൊക്കെ അവരും ഈ എണ്ണയൊക്കെ ഇപ്പം അവരെനിക്ക് വന്നു ഇപ്പം ഇവിടെ വന്നിട്ട് തിരക്കില്ലാതൊക്കെ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ അവർ തേക്കും തോന്നുന്നു. അവരുടെ കടുകെണ്ണ കാണും. കറി വെക്കാൻ അവന്മാര് കടുകെണ്ണയും. കടുകെണ്ണ എന്താന്ന് വെച്ചാൽ വടക്കേന്ത്യയിൽ തണുപ്പ് സമയത്ത് നമ്മുടെ ശരീരത്തിന് ചൂട് കിട്ടാനായിട്ട് കടുകെണ്ണ. ഓ, അത് ശരി. അവിടെ നല്ല തണുപ്പുള്ള സമയത്ത് എത്ര മാസം തണുപ്പ് വേണം അവിടെ? ഫെബ്രുവരി വരെ. ഇപ്പം നവംബർ തുടങ്ങി, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി കൊണ്ട് കുറയും. അത് ശരി. പക്ഷെ തണുപ്പുണ്ട്. ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് തണുപ്പ്. അതല്ലയോ? ഇപ്പൊ നമ്മുടെ നാട്ടിലും തണുപ്പൊക്കെ ആയി. ഇനിയിപ്പോ അങ്ങോട്ട് വൃശ്ചിക മാസമൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല മരം കൊച്ചുന്ന തണുപ്പെന്നൊക്കെ പറയുന്നേ. ഉപ്പ് നോക്കുമല്ലയോ?
എങ്ങനെയുണ്ട്? നീ ഉപ്പ് വേണോ? ഇച്ചിരി വേണം. കേട്ടോ, പിടിച്ച് കൈ പിടിച്ച്. ഞാൻ ഉപ്പ് നോക്കി കഴിഞ്ഞാൽ അച്ചു തിളച്ച് കഴിഞ്ഞിട്ട് കോരി വയ്ക്കരുത്. ഇച്ചിരി അടുത്തുള്ളൂ, പിന്നെ മതി. ഭയങ്കര ചൂടായി പോയില്ല. ഉണ്ടോ? ആ, കുഴപ്പമില്ല. ഭയങ്കര നല്ല എരിവൊക്കെ ഉണ്ട്. ആ, ശകലം കേട്ടോ. ഈ ഉപ്പ് നോക്കുന്നതേ അമ്മമാർ നോക്കിയെങ്കിൽ അതിനൊരു ഞാൻ പറയാം ഉപ്പുണ്ടോ പുളിയുണ്ടോ. ആണല്ലേ? അത് നിങ്ങളുടെ അഭിപ്രായമാണ് നമുക്ക് വേണ്ടത്. കല്ല് അറിയാവുന്നേ. എന്റെ കണക്കിന് ഞാൻ ചേർത്താൽ മതി, അത് നമുക്ക് ഇഷ്ടമാവും. അപ്പോൾ അവസാനം നമ്മൾ കുറച്ച് ഈ ഒരു തളവിട്ടേക്കാം. കരിവേപ്പില. അപ്പം അത് റെഡിയായി. ഇനി നമ്മൾ ഇവിടെ ഈ കറിയെല്ലാം റെഡിയായി, മീനും ഇവിടെ റെഡിയായി ഇരിക്കുകയാണ്, വറുത്ത മീനും. ഇനി ഇതിനെ നമ്മൾ ശരിക്കും ഇതാണ് വറുത്ത മീൻ, വറുത്തരച്ച മീൻകറിയല്ല, വറുത്ത മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിനി അങ്ങോട്ട് മാറ്റും അല്ലേ? അങ്ങോട്ട് എടുത്തിടാൻ പോവാം. ഓക്കെ, എങ്കിൽ പിന്നെ അവനോട് തട്ടിക്കോ. ഇത് ശരിക്കും ഇത്രയും ഗ്രേവിയിൽ മുങ്ങിക്കിടക്കൊന്നും വേണ്ട. മുങ്ങിന്റെ ആവശ്യമില്ല. നമുക്ക് ഇത് ഇച്ചിരി അരപ്പ് പിടിച്ചിരിക്കുന്ന നല്ലത്. എന്ത് മീൻകറി ആയാലും തിരിച്ചുകൂടി ഇടും ഇപ്പം. ഓ, അത് ശരി. ആ, ഇനി അതിന്റെ കണ്ണും കരളും എല്ലാം അത് കിടക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമുക്ക് നല്ല സാധനമല്ലേ ഇതിന്റെ പരിപാടി. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്യാൻ ഇല്ലയോ? അപ്പൊ ഈ മസാല എല്ലാം കോരിന്റെ പുറത്തെല്ലാം ഒഴിച്ച് അതിനകത്തോട്ട് പിടിപ്പിക്കുക, ആ ഒരു പ്രക്രിയയാണ്. അതിനകത്തോട്ടേക്ക് ഇതിന്റെ മസാല ഗ്രേവി നല്ല കയറാൻ വേണ്ടിയുള്ളൊരു പുതിയ പ്രക്രിയയാണ് അല്ലയോ? ഇത് കൊള്ളാല്ലേ? ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ച്? അങ്ങനെ നമ്മുടെ ഈ വറുത്ത മീൻകറി ഏതാണ്ട് റെഡിയായി വരുന്നു അല്ലയോ? അവസാന സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കഴിച്ച് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. മണ്ടേ കൂടെ കുറച്ച് അവസാനം ഒരു മേമ്പൊടിക്ക് ഇത്തിരി മല്ലിയില വാരി ചുമ്മാ അങ്ങ് കയറിയേക്കാം. മതിയോ? ഇനി വേണോ മല്ലിയില? മതി. അവിടെയൊക്കെ എല്ലാ കറികൾക്കും ഈ മല്ലിയില നിർബന്ധം. എല്ലാ സാധനത്തിനും. ഇവിടെ ആണെങ്കിൽ ചില ആളുകളാണെങ്കിൽ മല്ലിയില ഇടുന്ന കറിയൊന്നും കൂട്ടത്ത് പോലും ഇല്ല. മല്ലിയിലൊക്കെ നല്ലതാ, ഉലുവായതിലും നല്ലത്. പിന്നെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഈ കറിവേപ്പിലേക്ക് അവിടെ ഉണ്ടോ? ഇഷ്ടംപോലെ ഉണ്ടല്ലേ. നമ്മുടെ മോളുകുട്ടി അമ്മയുടെ ഈ വറുത്ത മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മുടെ ചോറും വറുത്ത മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഈ മീൻകറി നമ്മുടെ ഇതിൻ്റെ നമ്മുടെ നാടൻ മീൻകറിയുടെ ടേസ്റ്റ് തന്നെ. ഇനി മീൻ കഴിച്ചു പോകട്ടെ. വറുത്ത മീൻ കൊള്ളാലോ സാധനം. പിന്നെ വറുത്തിട്ടെടുത്താൽ മതി. വറുത്തിട്ട് ഇങ്ങനെ കറി വെക്കണം. മതിയോ? കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് സാധനം. അമ്മ ഒരു രക്ഷയില്ല, ഗംഭീര മീൻകറി. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, കാരണം അത്ര നല്ല ടേസ്റ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കപ്പയും മീനും ഈ ചോറും എല്ലാം ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഗംഭീര സാധനം. നല്ല വിശപ്പുള്ളതുകൊണ്ട് കഴിക്കാൻ നല്ല സുഖമുണ്ട്. നമ്മുടെ മോളിക്കുട്ടി അമ്മയാണ് നമുക്കിന്ന് ഇത് പരിചയപ്പെടുത്തിയത്. എന്തായാലും ഇതുപോലെയുള്ള കിടിലൻ വ്യത്യസ്തമായ വിഭവങ്ങളുമായി ഇനി ഞാൻ വീണ്ടും എത്താം. അതുവരേക്കും ഗുഡ് ബൈ, ടാറ്റാ.